ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറൽ മുട്ടയും ചോറും കൂടെ ഉണ്ടാക്കാനാണ്. വൈറലായിട്ടുള്ള ഒരു മുട്ടയും അതിൻ്റെ ഒപ്പം ചോറും കൂടെ ഉണ്ടാക്കാം. വൈറൽ ഡിഷാണ്. വാ, നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഇതിനെ 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഒരു കപ്പിൽ ഒരു ബൗളിൽ കുറച്ച് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചോറ്റിൻ്റെ മുകളിലാണ് ഈ മുട്ട നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടാ. നമുക്കിനി ആദ്യം പോകാം വീഡിയോയിലേക്ക്. ഞാൻ ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒരു തുണ്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം, ഒരു തുണ്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ഓവർ തീ ആയാൽ കരിഞ്ഞു പോകും കേട്ടാ ബട്ടർ. അപ്പൊ ഒരു തുണ്ട് ബട്ടർ അതിലോട്ട് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. കരിഞ്ഞു പോകരുത് കേട്ടാ. അപ്പൊ അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഡിഷാണ് കേട്ടാ, ഒരു വൈറൽ ഡിഷാണ്. അപ്പൊ എല്ലാരും ഉണ്ടാക്കുന്നുണ്ട്, ഞാനും ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കണ്ടല്ലോ. അപ്പൊ ഇത് വെളുത്തുള്ളി ഒന്ന് കളർ ആയിക്കോട്ടെ. വെളുത്തുള്ളി ഒന്ന് കളറാകുമ്പം നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചെറിയ കളറായി വരുമ്പോഴത്തേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാനൊരു വേറൊരു സ്പൂൺ എടുത്ത് കൊണ്ടുവരാം. നമുക്ക് അതിലോട്ട് ഞാൻ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയാലോ. അടിപൊളിയാണ് കേട്ടോ, കഴിക്കാനൊക്കെ സൂപ്പറാണ്. ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് ചെറിയൊരു കളർ ആയിക്കോട്ടെ കേട്ടോ. ഓവർ കളറും വേണ്ട കേട്ടോ. ഓവർ കളറായിപ്പോയാൽ ഒരു കളർ അധികമായിപ്പോ. ഒരുവിധം കളറായാൽ മതി. പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം മാറി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടണം. എന്താ മണം! പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, മൂക്കിൽ തുളച്ച് കയറുന്ന കേട്ടാ. ഇനി കൂടുതലായിപ്പോയാൽ നമ്മള് ബട്ടർ കരിഞ്ഞു പോവും. അപ്പൊ ഇത്രത്തോളം മതി. അതിന്റെ മണം ഒന്ന് വന്നാൽ മതി. നല്ല ബട്ടറിന്റെയൊക്കെ ഒരു നല്ല ഒരു ഫ്ലേവർ നമ്മളെ മൂക്കിലോട്ട് അടിച്ചു കയറുന്നുണ്ട് കേട്ടാ. വാവ് വാവ്, അടിപൊളി 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 മക്കളെ, അടിപൊളി കേട്ടാ. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. 1/4 ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മതി. ചെറിയ ഒരു 3 മുട്ടയുടെ ആവശ്യത്തിനുള്ള വെള്ളം മതി. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ സ്ലൈസ് ചീസ് ഉണ്ടല്ലോ, കണ്ടല്ലോ സ്ലൈസ് ചീസ്, നമുക്ക് അതിലോട്ടൊന്ന് ഞാൻ 4 ചീസ് എടുത്തിവിടെ കേട്ടാ. ഞാൻ 4 ചീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. 4 ചീസ് എടുക്കുക. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മൾട്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മൾട്ടാക്കി എടുക്കണം. മൾട്ടാക്കി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൾട്ടായി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി അങ്ങോട്ട് വെക്കാം. ഇതിവിടെ മൾട്ടായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ചീസും വെള്ളവും എല്ലാം കൂടെ ഇത് മൾട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടാ. കണ്ടല്ലോ നിങ്ങള്, ഇത് മൾട്ടായി കിട്ടി. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടാ. മാറ്റി വെച്ചിട്ട് അടുത്ത ഫ്യാൻ വെച്ചു കൊടുക്കാം. ഇതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ഫ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട തയ്യാറാക്കാനായിട്ട് ഒരു ഫ്യാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ നമുക്കിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളെ ബട്ടർ ഇവിടെ മൾട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മുട്ട എടുത്തു കൊടുക്കാം കേട്ടാ. നമ്മളെ പുൽസ അടിക്കൂലേ, പുൽസ അടിക്കുന്ന കണക്ക് നമുക്ക് അവിടെ അവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ബിസ്മില്ല. 1 2
കണ്ട 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്ത് നമ്മൾ പുൽസ അടിക്കുന്നതൊക്കെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടാ. ചെറിയ തീയിലൊന്ന് മൂടി വെക്കാം. നമ്മൾ പുൽസ അടിക്കുന്നതൊക്കെയാണ് അടിക്കേണ്ടിയുള്ളത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ? ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടാ. ഉപ്പും കുരുമുളകും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കുരുമുളകും കൂടെ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ട, ഉപ്പും കുരുമുളകും മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വീണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം കേട്ടാ. ഈ നമ്മൾ പുൽസ എങ്ങനെ അടിക്കുന്ന അതേപോലെ അടിച്ചെടുക്കണം കേട്ടാ. വീണ്ടും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് അവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മളെ ചീസ്, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചീസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ട, ഇതിന്റെ മുകളിലോട്ട് ചീസും ഈ കാർലിക്ക് എല്ലാം കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇത് തീ ഞാൻ ഓഫാക്കാൻ പോവേന്ന് കേട്ടാ. കണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ തീ ഓഫാക്കുന്നു. കണ്ടോ നിങ്ങള്? തീ ഓഫാക്കുന്നുണ്ട്. ഓഫാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് കണ്ടല്ലോ, ഞാനത് തീ ഓഫാക്കി നമ്മളെ ചോറ് കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒരു ബോളിൽ ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കമത്തിയിട്ട് ഈ ചോറ് ഇതിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. കണ്ടോ? ഈ ചോറ് ഇതിലോട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നേരെ ആക്കി കൊടുക്കാം. ഇനി നമ്മളെ ഈ മുട്ട ഉണ്ടല്ലോ, ഈ മുട്ട ഉടയാതെ ഇതിന്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. യാ മോനെ, കണ്ടങ്ങള് കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വാവ്, അടിപൊളി കേട്ടാ. ഞാൻ അതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുത്ത്. കണ്ടോ? വല്ലാ, വാവ്, മാഷാ അല്ലാ, തബാറക്കത്ത് റഹ്മാൻ, അടിപൊളി മക്കളെ. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോക്കി വേഗം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളി. നമ്മളെ വൈറൽ എഗ്ഗാണ്, വൈറൽ ഡിഷാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകളാക്കി വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.